വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തീൻ്റെ റെസിപ്പിയാണ്. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, വലിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മാഗി ക്യൂബും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഏത് പാത്രത്തിലാണോ മന്തി തയ്യാറാക്കുന്നത് അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിക്കാം. 4 പേർക്കുള്ള അളവിനാട്ടോ ഞാൻ ഇത് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ പിന്നെ മന്തി മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ കടകളിലായാലും വാങ്ങിക്കാൻ കിട്ടും. 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ബേ ലീഫ്, അതുപോലെ ഉണങ്ങിയ നാരങ്ങ, പിന്നെ സ്റ്റാർ അനീസൊക്കെ ചേർക്കാം. പിന്നെ ഓൾ സ്പൈസസ് ചേർക്കുന്നുണ്ട്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളകും മല്ലിയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്നും എടുക്കരുത് കേട്ടോ, സൺഫ്ലവർ ഓയിൽ അതുപോലെയുള്ള ഓയിൽ ഏതെങ്കിലും എടുക്കുക. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. മസാലയൊന്നും പുരട്ടാതെ കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മസാലയായിട്ട് നല്ലപോലെ ചിക്കനിൽ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു വലിയ കഷ്ണം ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 200 ഗ്രാമിൻ്റെ പകുതി, അതായത് 100 ഗ്രാം അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാണ്ടായിട്ട് കുക്ക് ചെയ്യുന്നത്. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും, അതുപോലെ മസാലയിൽ നിന്നും നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്യാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ചിക്കൻ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മളിതിൻ്റെ ആ ഒരു റൈസ് ഒന്ന് തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ സെല്ല റൈസ് ആട്ടോ എടുത്തത്. ഏകദേശം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കനും മസാലയൊന്നും ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റൈസ് ഒന്ന് കുക്കായതിന് ശേഷം അരിപ്പയിലേക്കൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ചിക്കൻ കുക്കായി കഴിഞ്ഞാൽ ഈ ഒരു മസാലയിൽ നിന്ന് ചിക്കൻ്റെ പീസ് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബട്ടറിൽ ഇതൊന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബാക്കി വന്ന ആ മസാലയിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് ഒരു 5-8 പച്ചമുളക് അറ്റം ഒന്ന് പിളർന്നിട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സ്പൈസസൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. റൈസിനൊക്കെ നല്ല എരിവ് പിടിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ചിക്കൻ പീസ് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ല പുകയൊക്കെ വരുന്നുണ്ടാവും. ഒരു സമയം പുക ഒന്ന് പുറത്ത് പോകാതെ ഇത് മൂടി വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവറൊക്കെ ആയിട്ടുള്ള നല്ല റൈസാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ ഒക്കെ എരിവൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.